ചേലക്കര ഉപതെരഞ്ഞെടുപ്പിൽ മികച്ച പോളിംഗ്, ആത്മവിശ്വാസത്തിൽ മുന്നണികൾ. വോട്ടെണ്ണൽ 23-ന്. ചേലക്കര മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികൾ വിജയപ്രതീക്ഷയിൽ. ജനമാറ്റം ആഗ്രഹിക്കുന്നതായി NDA സ്ഥാനാർത്ഥി K. ബാലകൃഷ്ണൻ. മികച്ച ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് LDF സ്ഥാനാർത്ഥി UR പ്രദീപ്. ചേലക്കര കോൺഗ്രസിനൊപ്പം ഉണ്ടാകണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നതായി UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ്. ആറ്റൂർ വനപ്പടിയിൽ LDF UDF പോസ്റ്ററുകളും തോരണങ്ങളും നീക്കിയതിൽ പ്രതിഷേധം. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പക്ഷപാതപരമായി ഇടപെടുന്നുവെന്ന് ആക്ഷേപം. PV അൻവർ MLA-ക്കെതിരെ കേസെടുക്കാൻ കോടതിയുടെ അനുമതി തേടി പോലീസ്. പെരുമാറ്റച്ചട്ടം ലംഘിച്ചുവെന്ന പരാതിയിലാണ് നടപടി. പാർട്ടിയെയും സർക്കാരിനെയും വിമർശിച്ച് EP ജയരാജൻ. EP ജയരാജന്റെ ആത്മകഥയിലാണ് സർക്കാരിനും പാർട്ടിക്കുമെതിരെ രൂക്ഷ വിമർശനം. DC ബുക്സിന് വക്കീൽ നോട്ടീസ് അയച്ച് EP ജയരാജൻ. കൊടകര കുഴൽപ്പണ കേസ് അന്വേഷണത്തിന് പുതിയ സംഘത്തെ നിയോഗിച്ചു. എറണാകുളം DCP K. സുദർശന്റെ നേതൃത്വത്തിലുള്ള 8-അംഗ സംഘമാണ് കേസ് അന്വേഷിക്കുക. നമസ്കാരം. വിശദാംശങ്ങളിലേക്ക്. ചേലക്കരയിൽ മികച്ച പോളിംഗ്. രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന ചേലക്കര ഉപതെരഞ്ഞെടുപ്പിൽ മികച്ച പോളിംഗ് ആണ് നടന്നത്. 72.77% പോളിംഗ്. മിക്ക ബൂത്തുകളിലും പോളിംഗ് സമയം കഴിഞ്ഞ ശേഷവും വോട്ടർമാരുടെ നീണ്ട ക്യൂ ആയിരുന്നു. ക്യൂവിൽ നിന്നവർക്ക് ടോക്കൺ നൽകിയാണ് വോട്ട് ചെയ്യാൻ അനുവദിച്ചത്. മികച്ച പോളിംഗ് ഉപതെരഞ്ഞെടുപ്പിൽ ഉണ്ടായതിനാൽ തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ് മുന്നണികൾ. ആകെയുള്ള 2,13,103 വോട്ടർമാരിൽ 1,55,077 വോട്ടർമാർ വോട്ട് രേഖപ്പെടുത്തി. വയനാട് ലോക്സഭാ മണ്ഡലത്തിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ 64.69% പോളിംഗ് രേഖപ്പെടുത്തി. വരവൂർ തളിയിൽ പോളിംഗ് സമയം അവസാനിച്ചിട്ടും വൻ തിരക്ക് അനുഭവപ്പെട്ടു. വരവൂർ പഞ്ചായത്ത് 12-ാം വാർഡിലെ തളി സ്കൂൾ ഗ്രൌണ്ടിന് സമീപത്തുള്ള ആരോഗ്യ ഉപകേന്ദ്രത്തിലാണ് 7-ാം നമ്പർ ബൂത്ത് പ്രവർത്തിക്കുന്നത്. സ്ത്രീകൾ ഉൾപ്പെടെ 100-ലധികം ആളുകൾ വോട്ട് ചെയ്യാനായി പോളിംഗ് സ്റ്റേഷനിൽ കാത്തുനിന്നിരുന്നു. കുറ്റുപുറം മുതൽ തിച്ചൂർ വരെ വ്യാപിച്ചു കിടക്കുന്ന ബൂത്തിൽ നിന്നും നിരവധി ആളുകൾ 6 മണിക്ക് മുൻപ് എത്തിയിരുന്നുവെങ്കിലും പോളിംഗ് സ്റ്റേഷനിലുള്ള ചെറിയ അസൗകര്യം വോട്ടിംഗിനെ ബാധിച്ചു. ഇഴഞ്ഞു നീങ്ങിയ വോട്ടിംഗാണ് സ്ത്രീകൾ ഉൾപ്പെടെയുള്ള വോട്ടർമാരുടെ നീണ്ട നിര സൃഷ്ടിച്ചത്. ചേലക്കര ഉപതെരഞ്ഞെടുപ്പിലും താരങ്ങളായി മാറി കന്നി വോട്ടർമാർ. മഷിപുരണ്ട ചൂണ്ടുവിരൽ ജനാധിപത്യത്തിൻ്റെ മുഖമുദ്രയാണ്. ആദ്യമായി വിരലിൽ മഷിപുരലുക, ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമാകുക, ആദ്യമായി വോട്ടിംഗ് രേഖപ്പെടുത്തുക, അതെല്ലാം ഒരു കൗതുകമാണ്, ആകാംക്ഷ നിറഞ്ഞതാണ്, സന്തോഷവും ഉണ്ടാകും. എന്തായാലും നിരവധി കന്നി വോട്ടർമാരാണ് ഇത്തവണ ആദ്യമായി തങ്ങളുടെ സമ്മതിദാനാവകാശം വിനിയോഗിച്ചത്. ചേലക്കര മണ്ഡലത്തിൽ 10,000-ലേറെ കന്നി വോട്ടർമാരാണുള്ളത്. അവരുടെ പ്രതികരണങ്ങൾ അറിയാം. ആദ്യമായിട്ടാണ് വോട്ട് ചെയ്യുന്നത്. പിന്നെ സന്തോഷമുണ്ട്. ഇതിപ്പോൾ കഞ്ഞോട്ടാണ്. പിന്നെ നല്ല കൗതുകമൊക്കെ ഉണ്ട്. സംഭവം ആദ്യത്തെ വോട്ടല്ലേ. ആദ്യമായിട്ട് വോട്ട് ചെയ്യണത്. നല്ല തിരക്കൊക്കെ ഉണ്ട്. കുറേ നേരമായി വന്നിട്ട് ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. ജനാധിപത്യത്തിൻ്റെ ഒരു ഭാഗമാവാൻ കൗതുകവും സന്തോഷമൊക്കെ ഉണ്ട്. ന്യൂ വോട്ടറാണ്. ആദ്യമായിട്ട് ടോളിംഗ് ബൂത്തിലെത്തിയപ്പോൾ ഒരു കൗതുകം തോന്നിയ സന്തോഷം തോന്നിയ ആദ്യമായിട്ട് വോട്ട് ചെയ്തപ്പോൾ. ഫസ്റ്റ് ടൈമാണ് വോട്ട് ചെയ്യണത്. നല്ല എക്സൈറ്റഡ് ആണ്. അപ്പം ക്യൂയിലൊക്കെ ഇന്ന് ആദ്യ എക്സ്പീരിയൻസ് ഉണ്ട്. രസമുണ്ട്. എനിക്കിഷ്ടപ്പെട്ടു. കഴിഞ്ഞ വട്ടം എനിക്ക് വോട്ട് ചെയ്യാൻ പറ്റിയില്ല. എന്തോ ടെക്നിക്കൽ ഇഷ്യൂ കാരണം എനിക്ക് കിട്ടിയില്ല. അപ്പോൾ കുറേ സങ്കടമായിരുന്നു. അപ്പോൾ ഈ വട്ടം നല്ല സന്തോഷത്തിലാണ് വന്നത്. ഫാമിലിയൊക്കെ ഉണ്ട്. അപ്പോൾ ഭയങ്കര നല്ല എക്സ്പീരിയൻസ്. ഫസ്റ്റ് ടൈം വോട്ടാണ്. ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യണത്. ഇടയിട്ടുണ്ട്. കുറച്ച് നല്ലൊരു സന്തോഷമാണ്. അടിപൊളിയാണ്. കൗതുകമൊക്കെ ഉണ്ടായി. ഒരു വേറൊരു ഫീൽ ഉണ്ടായി. ആദ്യമായിട്ടാണ് വോട്ട് ചെയ്യണത്. ക്യൂവിലൊക്കെ നിന്ന് വോട്ട് ചെയ്യുമ്പോൾ ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉണ്ട്. ആദ്യമായിട്ട് വോട്ട് ചെയ്യുന്ന ഒരു ആവേശം ത്രില്ലുണ്ട്. എങ്ങനെ തോന്നി മഷിപറ്റി ഇപ്പോൾ കയ്യിൽ ഒരു സന്തോഷം കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അതിൻ്റെ ഒരു പറയാൻ പറ്റാത്തൊരു ഇതാണ്. കന്നി വോട്ടർമാരാണ് ഓരോ തെരഞ്ഞെടുപ്പിലെയും താരങ്ങൾ. ആദ്യമായി തങ്ങളുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കാനായതിൻ്റെ സന്തോഷത്തിലും ആകാംക്ഷയിലും ആവേശത്തിലും കൗതുകത്തിലുമായിരുന്നു കന്നി വോട്ടർമാർ.
ക്യാമറമാൻ പ്രവീണിനോടൊപ്പം ചേലക്കരയിൽ നിന്ന് ശ്രീകേഷ് വള്ളാനിക്കര, TC വിനോസ്. വോട്ടിംഗ് മെഷീനിലെ സാങ്കേതിക തകരാറിനെ തുടർന്ന് 3 ബൂത്തുകളിൽ വോട്ടിംഗ് അരമണിക്കൂറോളം തടസ്സപ്പെട്ടു. ചെറുതുരുത്തി ഹയർ സെക്കൻഡറി സ്കൂളിലെ 31-ാം ബൂത്തിലെയും പാമ്പാടി സ്കൂളിലെ 116-ാം ബൂത്തിലെയും ദേശമംഗലം തലശ്ശേരി ALP സ്കൂളിലെ 17-ാം നമ്പർ ബൂത്തിലുമാണ് വോട്ടിംഗ് തടസ്സപ്പെട്ടത്. തുടർന്ന് അരമണിക്കൂറിന് ശേഷമാണ് സാങ്കേതിക പ്രശ്നങ്ങൾ പരിഹരിച്ച് വോട്ടിംഗ് ആരംഭിച്ചത്. വിവാഹത്തിരക്കിനിടയിലും പോളിംഗ് ബൂത്തിലെത്തി വോട്ട് രേഖപ്പെടുത്തി നവവരനും വധുവും. ചേലക്കര തിരുവില്ലാമലയിലാണ് നവദമ്പതിമാരായ വിഷ്ണുവും ഹിമയും തങ്ങളുടെ സമ്മതിദാനാവകാശം വിനിയോഗിച്ചത്. ചേലക്കരയിൽ ജനം മാറ്റം ആഗ്രഹിക്കുന്നതായി NDA സ്ഥാനാർത്ഥി K. ബാലകൃഷ്ണൻ പറഞ്ഞു. തിരുവല്ലാമല പാമ്പാടി സ്കൂളിൽ ബൂത്ത് നമ്പർ 116-ൽ വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അടിസ്ഥാന വികസനമില്ലായ്മയാണ് മണ്ഡലത്തിലെ പ്രധാന പ്രശ്നമെന്നും ഭരണവിരുദ്ധ വികാരം BJP അനുകൂലമായി മാറുമെന്നും ബാലകൃഷ്ണൻ പറഞ്ഞു. ചേലക്കരയുടെ വിധി പറയുമ്പോൾ ഇവിടെ അടിസ്ഥാന വികസനമില്ലായ്മയാണ് ഏറ്റവും വലിയ പ്രശ്നം. അത് ഇവിടുത്തെ ജനങ്ങൾക്കെല്ലാം വളരെ കൃത്യമായിട്ട് അറിയാം. ഈ മണ്ഡലം ഒട്ടനവധി മന്ത്രിമാരും സ്പീക്കർ അങ്ങനെ ഒട്ടനവധി ആളുകളെ സൃഷ്ടിച്ചൊരു മണ്ഡലമാണ്. മണ്ഡലം എല്ലാ ആനുകൂല്യവും കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതൊന്നും മണ്ഡലത്തിന് തിരിച്ച് കിട്ടിയിട്ടില്ല എന്നതാണ് ഈ അവസരത്തിൽ. ചേലക്കരയിൽ ഒരു വലിയ മാറ്റം വരുന്നുണ്ട്. അത് BJPക്ക് അനുകൂലമായി വരുന്ന മാറ്റമാണ്. അതിന്റെ മുന്നോടിയായിട്ട് തിരുവനന്തപുരത്ത് നേരത്തെ വന്ന് വോട്ടിയത് എല്ലാവർക്കും അവകാശവാദം ഉന്നയിക്കാനുള്ള അധികാരമുണ്ട്. പക്ഷെ യഥാർത്ഥത്തിൽ ചെയ്തിരിക്കുന്നത് BJP ആണ്. 6500 മുകളിൽ വോട്ട് കിട്ടുന്നത്. ചേലക്കരയിൽ വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് LDF സ്ഥാനാർത്ഥി UR പ്രദീപ്. ആത്മവിശ്വാസം പകരുന്ന പ്രവർത്തനമാണ് LDF നടത്തിയിട്ടുള്ളതെന്നും പ്രദീപ് പറഞ്ഞു. വോട്ടർമാരെ കൂടുതൽ ചേർത്തതുകൊണ്ട് BJP വിജയിക്കണമെന്നില്ലെന്നും UR പ്രദീപ് പറഞ്ഞു. ദേശമംഗലം കൊണ്ടയൂർ വിദ്യാസാഗർ ഗുരുകുലം സ്കൂളിലെ 25-ാം നമ്പർ ബൂത്തിലാണ് UR പ്രദീപ് വോട്ട് രേഖപ്പെടുത്തിയത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുള്ള അനുകൂലമായ വിധിയെഴുത്തുണ്ടാവുമെന്നാണ് ഞാൻ കരുതുന്നത്. ഇവിടെ വികസനത്തിൻ്റെ തുടർച്ചയ്ക്കുള്ള വോട്ടാണ് ചോദിച്ചത്. അന്ന് MLA ആയി എനിക്ക് അവസരം തന്നപ്പോൾ ഞാൻ പരമാവധി അത് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് ഈ നാടിന് വേണ്ടിയിട്ട്. അത് ജനം നല്ലപോലെ പ്രിയപ്പെട്ട വോട്ടർമാർ ചിന്തിച്ച് വോട്ട് ചെയ്യും എന്ന് തന്നെയാണ് ഞാൻ നല്ല ഭൂരിപക്ഷം തന്നെയാണ് പറയാറുള്ളൂ. വോട്ടർമാരിപ്പോൾ അത് നല്ല വിദ്യാഭ്യാസമുള്ള വോട്ടർമാരാണല്ലോ. വോട്ട് ആര് ചേർത്താലും മണ്ഡലത്തിലെ നടന്ന വിഷയത്തെ കുറിച്ച് അവരൊരു വിലയിരുത്തൽ നടത്തലോ. അങ്ങനെയാണത് വോട്ട് ചെയ്യുക. വോട്ട് BJP ചേർത്തുകൊണ്ട് BJPക്ക് കിടക്കട്ടെ എന്ന് ചിന്തിക്കുന്ന കാലം, അല്ലെങ്കിൽ ആര് ചേർത്തവർക്ക് കിടക്കട്ടെ ഒരു വോട്ട് എന്ന് ചിന്തിക്കുന്ന കാലം പണ്ടായിരുന്നു. ഇപ്പോൾ നല്ല വിദ്യാഭ്യാസമുള്ള ഒരു സമൂഹമായതുകൊണ്ട് അവിടെ ഇത്തരം രീതിയിലാണ് ചിന്തിക്കുക. ചേലക്കര കോൺഗ്രസിനൊപ്പം ഉണ്ടാകണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നതായി UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് പറഞ്ഞു. ചേലക്കരയിൽ പോളിംഗ് ബൂത്തുകൾ സന്ദർശിച്ചതിന് ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അവർ. മികച്ച ഭൂരിപക്ഷത്തിൽ താൻ വിജയിക്കുമെന്നും രമ്യ ഹരിദാസ് പറഞ്ഞു. ചേലക്കരക്കാർ എൻ്റെ കുടുംബാംഗം തന്നെയാണല്ലോ. 2019 മുതൽ അവരോടൊപ്പം തന്നെ അവരിലൊരാളായി തന്നെ ജീവിക്കുന്ന, അല്ലെങ്കിൽ അവരുടെ ഒരു കുടുംബാംഗമായി തന്നെ ആയതുകൊണ്ട് തന്നെ ചേലക്കരക്കാർ ചേർത്ത് നിർത്തും. ചേലക്കരക്കാർ കൈവിടില്ല. കാരണം നമുക്ക് വാഹന പ്രചരണത്തിലൊക്കെ പോകുന്ന സമയങ്ങളിൽ നമുക്ക് അവർ പകരുന്ന ഒരു മെസ്സേജുണ്ട്. അവരുടെ കണ്ണുകളിൽ നിന്ന് അവർ നമ്മുടെ കൈപിടിക്കും. ഇപ്പം അമ്മയും ഉമ്മയൊക്കെ ഗേറ്റിനരികിലേക്ക്, റോഡരികിലേക്ക് വന്ന് നിന്ന് അവർ കൈപിടിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് നൽകുന്ന ഒരു ആത്മവിശ്വാസമുണ്ട്. അതിൽ നിന്ന് തന്നെ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും, എന്നെ ചേലക്കരക്കാർ ചേർത്ത് പിടിക്കും, എന്നെ കൈവിടില്ല. തന്നെ സ്നേഹിക്കുന്ന ആളുകൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുമെന്ന് K. രാധാകൃഷ്ണൻ MP പറഞ്ഞു. വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മറിച്ചുള്ള പ്രചരണങ്ങൾ അടിസ്ഥാനരഹിതമാണ്. LDFനെ പരാജയപ്പെടുത്താൻ കുതന്ത്രങ്ങൾ സൃഷ്ടിക്കുന്നത് പതിവാണെന്നും K. രാധാകൃഷ്ണൻ പറഞ്ഞു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വലിയ വിജയമുണ്ടാക്കാൻ കഴിയും എന്നുള്ള പ്രതീക്ഷ നൽകുന്ന വോട്ടെടുപ്പാണിപ്പോൾ നടന്നു വരുന്നത്. ഈ ചേലക്കര മണ്ഡലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാക്ഷാൽ EMS വന്ന് നിന്നാൽ പോലും ജയിക്കില്ല എന്നിട്ടാണോ ഈ പയ്യൻ നിന്നാൽ ജയിക്കുക എന്നാണ് അന്ന് കളിയാക്കി തന്നെ. സാക്ഷാൽ EMS വന്ന് നിന്നാൽ പോലും ജയിക്കില്ല എന്ന് പറഞ്ഞിട്ടാണ് അന്ന് കളിയാക്കി. ഇപ്പോൾ ഇങ്ങനെ പറയുന്നത് ഏറ്റവും നല്ല കാര്യമാണ്. അപ്പോൾ എന്നെ അംഗീകരിക്കാൻ അവർ തയ്യാറായി. നേരത്തെ തള്ളിക്കളയാൻ പറഞ്ഞതാണ്. പക്ഷേ തള്ളിക്കളയാൻ പറ്റില്ല. ഇപ്പോൾ അംഗീകരിക്കുന്ന സ്ഥിതി വന്നല്ലോ. നല്ല കാര്യമാണ്. അത് തീർച്ചയായിട്ടും എന്നെ സ്നേഹിക്കുന്ന ആളുകൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വോട്ട് ചെയ്യും. ചലച്ചിത്ര സംവിധായകൻ ലാൽ ജോസ് വോട്ട് രേഖപ്പെടുത്തി. മായന്നൂർ VLP സ്കൂളിലെത്തിയാണ് ലാൽ ജോസ് വോട്ട് രേഖപ്പെടുത്തിയത്. ഉപതെരഞ്ഞെടുപ്പ് ഒഴിവാക്കാമായിരുന്നുവെന്ന് ലാൽ ജോസ് വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു.
നാണം ഉണ്ടാക്കുന്നുണ്ട്. നമ്മൾ സാധാരണ അങ്ങനെ ഒറ്റപ്പാലത്തൊക്കെ സാധാരണ ഇതുപോലെ തന്നെ പോയിട്ട് വോട്ട് ചെയ്യാറുണ്ട്. അവിടെ അതൊരു ഇഷ്യൂ ആയിട്ടില്ല ഇതുവരെ. ഇവിടെ ആദ്യത്തെ വോട്ടായതുകൊണ്ട് കന്നി വോട്ട് എന്ന് പറയുന്നൊരു സാധനമുണ്ട്. ഈ മണ്ഡലത്തിൽ ആദ്യമായിട്ട് വോട്ട് ചെയ്യണമെന്നുള്ളത് കൊണ്ടായിരിക്കും ഇത്തവണ ഈ ആഘോഷം. സാധാരണ ഞാൻ വോട്ട് ചെയ്ത് പോകുന്നത് ആരും അറിയാറ് പോലുമില്ല. ഉപതെരഞ്ഞെടുപ്പുകൾ ഇപ്പോൾ ഒരാൾ മരിച്ചു പോയാൽ ഉപതെരഞ്ഞെടുപ്പ് വേണം. അല്ലാത്ത ഉപതെരഞ്ഞെടുപ്പുകൾ ഒഴിവാക്കാൻ എല്ലാ രാഷ്ട്രീയ കക്ഷികളും ശ്രമിക്കേണ്ടതാണെന്നാണ് എൻ്റെ അഭിപ്രായം. അത് അനാവശ്യ അല്ലെങ്കിൽ അധിക ചെലവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ആറ്റൂർ മനപ്പടിയിൽ പോസ്റ്ററുകളും തോരണങ്ങളും മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരും പാർട്ടി പ്രവർത്തകരും തമ്മിൽ വാക്കുതർക്കം. തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെത്തി UDF-ന്റെയും LDF-ന്റെയും തോരണങ്ങളും പോസ്റ്ററുകളും മാറ്റാൻ ആവശ്യപ്പെട്ടതാണ് തർക്കത്തിനിടയാക്കിയത്. BJP പ്രവർത്തകരുടെ തോരണങ്ങളും പോസ്റ്ററുകളും മാറ്റിയാൽ മാത്രമേ തങ്ങളുടെ പോസ്റ്ററുകളും തോരണങ്ങളും മാറ്റുകയുള്ളൂവെന്ന് UDF, LDF പ്രവർത്തകർ പറഞ്ഞു. കൂടുതൽ പോലീസ് എത്തിയതോടെയാണ് തർക്കത്തിന് അയവ് വന്നത്. PV അൻവർ MLA-ക്കെതിരെ കേസെടുക്കാൻ കോടതിയുടെ അനുമതി തേടി പോലീസ്. ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ചേലക്കരയിൽ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നടപടി. PV അൻവറിനെതിരെ കേസെടുക്കാൻ തൃശൂർ ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകിയിരുന്നു. കോടതിയുടെ അനുമതി ലഭിച്ചാൽ ഉടൻ കേസെടുക്കും. വാർത്താസമ്മേളനം നടത്തരുതെന്ന് നോട്ടീസ് നൽകിയിട്ടും നിർദ്ദേശം ലംഘിച്ച് PV അൻവർ വാർത്താസമ്മേളനം നടത്തിയെന്നാണ് കണ്ടെത്തൽ. എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് വിവേകിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. കഴിഞ്ഞ ദിവസം വാർത്താസമ്മേളനം തടയാനെത്തിയ തെരഞ്ഞെടുപ്പ് ഓഫീസറോട് മുഖ്യമന്ത്രി പിണറായി വിജയന് വേണ്ടിയാണ് തന്റെ വാർത്താസമ്മേളനം തടയുന്നതെന്ന് പറഞ്ഞ് അൻവർ കയർക്കുകയായിരുന്നു. വാർത്താസമ്മേളനം നടത്താൻ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ ആവർത്തിച്ചാവശ്യപ്പെട്ടുവെങ്കിലും ഉദ്യോഗസ്ഥരോട് തർക്കിച്ച് അൻവർ വാർത്താസമ്മേളനം തുടർന്ന് അൻവറിന് നോട്ടീസ് നൽകിയതിനു ശേഷം ഉദ്യോഗസ്ഥർ മടങ്ങുകയായിരുന്നു. EP ജയരാജന്റെ ആത്മകഥയെ ചൊല്ലി വിവാദം കൊഴുക്കുന്നു. EP ജയരാജന്റെ കട്ടൻചായയും പരിപ്പുവടയും ഒരു കമ്മ്യൂണിസ്റ്റിന്റെ ജീവിതമെന്ന ആത്മകഥയിലാണ് സർക്കാരിനെതിരെ വിമർശനം. രണ്ടാം പിണറായി സർക്കാർ ദുർബലമാണെന്നും EP ജയരാജൻ തന്റെ പുസ്തകത്തിൽ കുറിച്ചിട്ടുണ്ട്. ജാവ്ദേക്കർ വന്നത് അപ്രതീക്ഷിതമായതാണെന്നും സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി വരുന്നവർ വയ്യാവേലിയാണെന്നും ആത്മകഥയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. തന്റെ വാദം കേൾക്കാതെയാണ് LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് നീക്കിയതെന്നും ആത്മകഥയിൽ പറയുന്നു. അതേസമയം ആത്മകഥ പ്രസിദ്ധീകരിക്കുവാൻ ആരെയും ഏൽപ്പിച്ചിട്ടില്ല. തന്റെ ആത്മകഥയിൽ ഇങ്ങനെയൊന്നും ഇല്ലെന്നും DC ബുക്സിന് പുസ്തകം പ്രസിദ്ധീകരിക്കുവാൻ കരാർ നൽകിയിട്ടില്ലെന്നും EP ജയരാജൻ പറഞ്ഞു. വിവാദത്തിന് പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ടെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MB ഗോവിന്ദൻ പറഞ്ഞു. അതേസമയം പുസ്തകത്തിന്റെ പ്രസാധനം നീട്ടിവെച്ചതായി DC ബുക്സ് വക്താക്കൾ അറിയിച്ചു. പുസ്തക നിർമ്മിതിയിലുള്ള സാങ്കേതിക പ്രശ്നത്തെ തുടർന്നാണ് പ്രസാധനം നീട്ടിയത്. ഉള്ളടക്കം പുസ്തകം പ്രസിദ്ധീകരിക്കുമ്പോൾ വ്യക്തമാകുമെന്നും DC ബുക്സ് ഫേസ്ബുക്ക് പോസ്റ്റിൽ വ്യക്തമാക്കി. അത് പ്രസിദ്ധീകരിക്കാൻ ഒരാളെയും ചുമതലപ്പെടുത്തിയിട്ടില്ല. ഞാൻ എഴുതിയിടത്തോളമുള്ള കാര്യങ്ങൾ അത് പ്രിൻ്റ് ചെയ്യുന്നതിന് വേണ്ടി ആരെയും ഏൽപ്പിച്ചിട്ടില്ല. അത് ടൈപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിയാണ്. ഇത് എഴുതിയിടത്തോളമുള്ള കാര്യം. ഇന്ന് വന്നിട്ടുള്ള ഒരു കാര്യവും ഞാൻ എഴുതിയതല്ല. ഞാൻ എഴുതാത്ത കാര്യങ്ങൾ എഴുതി ഇന്ന് 10:30 അത് പ്രസിദ്ധീകരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വാർത്തയാണ് ഞാൻ കാണുന്നത്. തികച്ചും തെറ്റായിട്ടുള്ള നടപടി. ഇത് ഇന്ന് തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പ് ദിവസം പാർട്ടിക്കെതിരായി വാർത്തകൾ സൃഷ്ടിക്കാൻ ബോധപൂർവം മാനിക്കുലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇത് സംബന്ധിച്ച് ശക്തമായ നിയമ നടപടി സ്വീകരിക്കും. ഞാൻ എൻ്റെ പുസ്തകം പ്രസിദ്ധീകരിക്കുമ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. ഇനി ഏതായാലും എൻ്റെ പുസ്തകം അധികം താമസിയാതെ തന്നെ ഞാൻ പ്രസിദ്ധീകരിക്കും. മാതൃഭൂമി പുസ്തകം പ്രസിദ്ധീകരിക്കാൻ ചോദിച്ചിരുന്നു. DC ബുക്സുകാർ ചോദിച്ചിരുന്നു. ഞാൻ ഇവർ രണ്ടുപേരോടും ആലോചിച്ചിട്ട് പറയാം. ഇന്നിപ്പോൾ ചാനലിൽ കാണാതിരിക്കുന്നതിൻ്റെ പുറം കവറ് ഞാൻ ഇന്ന് അപ്പം കാണുകയാണ്. എങ്ങനെയാണ് ഇങ്ങനെ ഒരു മാനിക്കുലേറ്റ് ചെയ്ത് സംഭവങ്ങൾ സൃഷ്ടിക്കുന്നത്? ഇത് ബോധപൂർവമാണ്. അതിൽ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ട്. പ്രസിദ്ധീകരണക്കാരുടെ പ്രത്യേകമായിട്ടുള്ള ചില നടപടികളില്ലേ എന്ന് സംശയിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ ഇത് പ്രസിദ്ധീകരിക്കാൻ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല. ഞാനിത് പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് വന്നിരിക്കുന്ന കാര്യങ്ങൾ, ഇന്നലെ തെരഞ്ഞെടുപ്പ്, അതിലൊക്കെ സ്ഥാനാർത്ഥികളെക്കുറിച്ചൊക്കെ പരാമർശം ബോധപൂർവം ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇതിൻ്റെ എല്ലാ വശങ്ങളും പരിശോധിച്ച് ആവശ്യമായ നടപടി സ്വീകരിക്കും. കൊടകര കുഴൽപ്പണ കേസ് അന്വേഷണത്തിന് പുതിയ സംഘത്തെ നിയോഗിച്ചു. എറണാകുളം DCP PK സുദർശന്റെ നേതൃത്വത്തിലുള്ള 8-അംഗ സംഘമാണ് അന്വേഷിക്കുക. തൃശൂർ DIG തോംസൺ ജോസ് അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കും. കുഴൽപ്പണ കേസിൽ BJP മുൻ ഓഫീസ് സെക്രട്ടറി തിരൂർ സതീഷിന്റെ വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണത്തിന് പുതിയ സംഘത്തെ നിയോഗിച്ചത്. വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി DGPയുമായി നടത്തിയ കൂടിക്കാഴ്ചയുടെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ മാസം സർക്കാർ അന്വേഷണത്തിന് ഉത്തരവിട്ടത്.
മണത്തല അയിനിപ്പുള്ളിയിൽ നിയന്ത്രണം വിട്ട പിക്കപ്പ് വാൻ ദേശീയപാത നിർമ്മാണത്തിനായി കൊണ്ടുവന്ന കോൺക്രീറ്റ് സ്ലാബിലിടിച്ച് 2 പേർക്ക് പരിക്കേറ്റു. വടകര സ്വദേശി അദ്നാൻ, എറണാകുളം സ്വദേശി രാഹുൽ എന്നിവർക്കാണ് പരിക്കേറ്റത്. മംഗലാപുരത്ത് നിന്ന് കൊച്ചിയിലേക്ക് തിരിച്ചു വന്നിരുന്ന ഇടയിലാണ് അപകടം. പരിക്കേറ്റവരെ ചാവക്കാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചാവക്കാട് മണത്തലയിൽ 37 കുടുംബങ്ങൾക്ക് വഖഫ് ബോർഡ് കുടിയൊഴിപ്പിക്കൽ നോട്ടീസ് നൽകിയെന്നത് വാസ്തവമല്ലെന്ന് വഖഫ് ബോർഡ് മുൻ ചെയർമാൻ KV അബ്ദുൽ ഖാദർ പറഞ്ഞു. വില്ലേജ് ഓഫീസിൽ കരം അടവ് സംബന്ധിച്ച ചില പ്രശ്നങ്ങൾ ഭൂരേഖയുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നതായും ഇത് പരിഹരിക്കാമെന്ന് റവന്യൂ മന്ത്രി തന്നെ വ്യക്തമാക്കിയതായും അബ്ദുൽ ഖാദർ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു. ഒരുമനയൂർ, പാലയൂർ എന്നിവിടങ്ങളിൽ 6 വീടുകളെ ബാധിക്കുന്ന പ്രശ്നം മറ്റൊരു കേസിൽ തുടർച്ചയായി ഉണ്ടായതാണെന്നും കുടിയൊഴിപ്പിക്കൽ ഭീഷണിയല്ലെന്നും അബ്ദുൽ ഖാദർ വ്യക്തമാക്കി. തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ ട്രാക്ക് മുറിച്ച് കടക്കുന്നതിനിടെ ട്രെയിൻ തട്ടി യാത്രക്കാരിയുടെ കാലുകളറ്റു. KSRTC കണ്ടക്ടർ കരുനാഗപ്പള്ളി സ്വദേശിനി ഒട്ടതാവിൽ വീട്ടിൽ ശുഭകുമാരിയുടെ കാലുകളാണ് അറ്റത്. 2ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ നിന്ന് ട്രാക്ക് മുറിച്ചു കടക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് അഹല്യനഗർ എക്സ്പ്രസ് തട്ടിയത്. 2 കാലുകളും മറ്റ യാത്രക്കാരിയെ തൃശൂർ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മണത്തല പള്ളിത്താടം പ്രദേശത്ത് താമസിക്കുന്ന കുടുംബങ്ങളെ വഖഫ് ബോർഡ് കുടിയൊഴിപ്പിക്കുമെന്ന പ്രചരണം രാഷ്ട്രീയ പ്രേരിതമാണെന്ന് CPM ചാവക്കാട് ഏരിയ കമ്മിറ്റി. ഈ പ്രദേശത്തെ ഒരു വീട്ടുകാർക്കും ഒരു തരത്തിലുള്ള നോട്ടീസും ഇതുവരെ ലഭിച്ചിട്ടില്ലെന്ന് CPM ചാവക്കാട് ഏരിയ സെക്രട്ടറി TT ശിവദാസൻ പ്രസ്താവനയിൽ പറഞ്ഞു. വഖഫ് വിഷയത്തിൽ വർഗീയ ശക്തികൾക്ക് അവസരം നൽകുന്ന സർക്കാരിന്റെ നടപടി പ്രതിഷേധാർഹമാണെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് CH റഷീദ് പറഞ്ഞു. ചാവക്കാട് 33 ഭൂവുടമകൾക്ക് നോട്ടീസ് നൽകിയ സംഭവത്തിൽ പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. നോട്ടീസ് ലഭിച്ച ഭൂവുടമകൾക്ക് ആവശ്യമായ നിയമപരിരക്ഷ നൽകുമെന്നും ഇവരെ സംരക്ഷിക്കുവാൻ വേണ്ട എല്ലാ കാര്യങ്ങളും UDF മുൻപന്തിയിൽ ഉണ്ടാകുമെന്നും CH റഷീദ് പറഞ്ഞു. UDF നേതാക്കളായ RV അബ്ദുറഹീം, അഡ്വക്കേറ്റ് മുഹമ്മദ് ഗസാലി, അരവിന്ദൻ പല്ലത്ത്, RP ബഷീർ, AH സൈനുൽ ആബിദ്, KV ഷാനവാസ്, KV സത്താർ, മുന്നലാകുന്ന്, മുഹമ്മദ് ഉണ്ണി തുടങ്ങിയവർ സ്ഥലം സന്ദർശിച്ചു. കൊടുങ്ങല്ലൂരിൽ കോടിക്കണക്കിന് രൂപയുടെ ഭൂമി തട്ടിപ്പ് നടത്തിയ സംഘത്തിലെ മുഖ്യപ്രതി അറസ്റ്റിൽ. എറിയാട് OS മില്ലിന് സമീപം വലിയ വീട്ടിൽ ജലീലാണ് അറസ്റ്റിലായത്. 5 പേരിൽ നിന്നായി ഇയാൾ 2 കോടിയോളം രൂപ തട്ടിയെടുത്തതായി പോലീസ് പറഞ്ഞു. മേത്തല പെട്ടിക്കാട്ടിൽ മുരളി, എടവിലങ്ങ് ഇരട്ടക്കുളങ്ങര ഉമ്മർ, എറിയാട് കറുകപ്പാടത്ത് മുഹമ്മദ് ഇബ്രാഹിം, പുല്ലൂറ്റ് കോഴിക്കുളങ്ങര നാലുമാക്കൽ മോഹനൻ, മേത്തല വയലമ്പം തോട്ടുങ്ങൽ മുഹമ്മദ് ഹബീബ് എന്നിവരുടെ പരാതിയിലാണ് കൊടുങ്ങല്ലൂർ സർക്കിൾ ഇൻസ്പെക്ടർ BK അരുൺകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം പ്രതിയെ അറസ്റ്റ് ചെയ്തത്. നിരവധി പേർ ഇയാളുടെ തട്ടിപ്പിന് ഇരകളായിട്ടുണ്ടെന്നാണ് സൂചന. ഏത് നിമിഷവും മേൽത്തട്ട് അടർന്നു വീഴാവുന്ന നിലയിൽ വെണ്ടൂർ ESI ഡിസ്പെൻസറി. രോഗികളെത്തുന്നത് ഭീതിയിൽ. ദിവസേന 150 രോഗികൾ ചികിത്സ തേടിയെത്തുന്ന ഡിസ്പെൻസറി. ഒറ്റനില കെട്ടിടത്തിലായി 25 മുറികൾ, 5 ഡോക്ടർമാർ ഉൾപ്പെടെ 22 ജീവനക്കാരുടെ സേവനം. ജീവനക്കാർക്കായി 6 ക്വാർട്ടേഴ്സ് കെട്ടിടങ്ങൾ. പക്ഷേ ഡിസ്പെൻസറി കെട്ടിടത്തിൽ കയറിയാൽ പുറത്തിറങ്ങും വരെ ജീവഭയം എന്താണെന്ന് കയറിയവർ അറിയും. അളഗപ്പനഗർ ESI ഡിസ്പെൻസറിക്കാണ് ഈ ദുര്യോഗം. ആശുപത്രിയിൽ രോഗികൾ കാത്തിരിക്കുന്ന നീണ്ട ഇടനാഴിയുടെ മേൽത്തട്ട് അടർന്ന് ഏതു സമയവും താഴെ വീഴുമെന്ന സ്ഥിതിയാണ്. പരിശോധനാ മുറിയിലും മരുന്ന് നൽകുന്ന ഫാർമസിയിലും നഴ്സിംഗ് റൂമിലും ഇതുതന്നെയാണ് അവസ്ഥ. ചുവരുകളുടെയും മേൽത്തട്ടിലെയും തേപ്പ് അടർന്നുപോയ നിലയിലാണ്. മരുന്ന് സൂക്ഷിക്കുന്ന മുറിയുടെ അവസ്ഥ അതിലും പരിതാപകരമാണ്. അടച്ചുറപ്പില്ലാത്ത മുറിയുടെ ജനലുകളും വാതിലുകളും തകർന്ന നിലയിലാണ്. കെട്ടിടത്തിന്റെ തറയും ശോച്യാവസ്ഥയിലാണ്. രോഗികളും ജീവനക്കാരും ഉപയോഗിക്കുന്ന ശുചിമുറിയുടെ അവസ്ഥയും പരിതാപകരമാണ്. 6 ക്വാർട്ടേഴ്സ് കെട്ടിടങ്ങളിൽ 3 എണ്ണം മാത്രമാണ് വാസയോഗ്യമായിട്ടുള്ളത്. വാട്ടർ അതോറിറ്റിയുടെ കണക്ഷനും സ്വന്തമായി കുഴൽക്കിണറുമുണ്ടെങ്കിലും മോട്ടോർ ഇല്ലാത്തതിനാൽ കുഴൽക്കിണറിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്തെടുക്കാൻ നിവൃത്തിയില്ല. ESI കോർപ്പറേഷനാണ് ഡിസ്പെൻസറിയുടെ അറ്റകുറ്റപ്പണിയുടെ ചുമതല. ഡിസ്പെൻസറിയുടെ ശോച്യാവസ്ഥ ചൂണ്ടിക്കാട്ടി പരിഹാരം ആവശ്യപ്പെട്ട് ഡിസ്പെൻസറി അധികൃതർ 2.5 വർഷം മുൻപ് കോർപ്പറേഷന് കത്ത് നൽകിയിരുന്നു. എന്നാൽ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. TCV ന്യൂസ്, പുതുക്കാട്. 2 അംഗ മോഷ്ടാക്കളെ വരന്തരപ്പള്ളി പോലീസ് പിടികൂടി. വരന്തരപ്പള്ളി പൗണ്ട് സ്വദേശികളായ കല്ലായി വീട്ടിൽ മുഹമ്മദ് ത്വയ്ബ്, മൂഴിയിൽ ഷൈജിൽ എന്നിവരാണ് പിടിയിലായത്. കച്ചേരിക്കടവ് പാലം പണിക്ക് കൊണ്ടുവന്ന നിർമ്മാണ സാമഗ്രികൾ മോഷ്ടിച്ച കേസിലാണ് ഇരുവരും അറസ്റ്റിലായത്. മേഖലയിൽ നിരന്തരം മോഷണം നടക്കുന്നുണ്ടെന്ന പരാതിയിൽ പോലീസ് അന്വേഷണം നടത്തുന്നതിനിടയിലാണ് പ്രതികൾ പിടിയിലായത്. പാലത്തിന്റെ അനുബന്ധ റോഡ് നിർമ്മാണത്തിനായി എത്തിച്ച സാമഗ്രികൾ പല തവണകളിലായി പ്രതികൾ മോഷ്ടിച്ച് വിൽപ്പന നടത്തിയതായി പോലീസ് പറഞ്ഞു. SI ജയചന്ദ്രൻ, SIമാരായ അശോക് കുമാർ, അലി, ബിജു, ASI ഡാജി, സീനിയർ CPമാരായ വിബീഷ്, സതീഷ്, ബിജു തുടങ്ങിയവർ പ്രതികളെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു.
യുവാക്കളെ ഹണി ട്രാപ്പിൽപ്പെടുത്തി തട്ടിക്കൊണ്ടുപോയി പണം തട്ടാൻ ശ്രമിച്ച കേസിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന 3 പ്രതികളെ കൂടി മതിലകം പോലീസ് അറസ്റ്റ് ചെയ്തു. കൈപ്പമംഗലം കുരിക്കുഴി സ്വദേശി തിണ്ടിക്കൽ ഹസീബ്, പെരിഞ്ഞനം പള്ളിവളവ് സ്വദേശി തേരുപറമ്പിൽ പ്രിൻസ്, കാരമുക്ക് സ്വദേശി ഒളാട്ടുവീട്ടിൽ ബിനു എന്നിവരെയാണ് ബാംഗ്ലൂരിൽ നിന്നും പോലീസ് സാഹസികമായി പിടികൂടിയത്. പൂങ്കുന്നം സ്വദേശിയായ യുവാവിനെയും ഇയാളുടെ സുഹൃത്തിനെയുമാണ് തട്ടിക്കൊണ്ടുപോയി പണം തട്ടിയെടുക്കാൻ ശ്രമിച്ചത്. കഴിഞ്ഞ മാസം 8-ാം തീയതിയായിരുന്നു കേസിനാസ്പദമായ സംഭവം. ഓൺലൈൻ ആപ്പിലൂടെ യുവതിയുടെ പേരിൽ വ്യാജ ഐഡി ഉണ്ടാക്കി ചാറ്റ് ചെയ്താണ് സംഘം യുവാക്കളെ മതിലകത്തേക്ക് വിളിച്ചുവരുത്തി തട്ടിക്കൊണ്ടുപോയത്. ഇരുള നൃത്തത്തിൽ ചുവട് പിഴയ്ക്കാതെ 1-ാം സ്ഥാനത്തെത്തി വാളൂർ നായർ സമാജം ഹൈസ്കൂൾ. സ്കൂളിലെ പ്രധാന അധ്യാപകൻ ദീപു എൻ മംഗലം അട്ടപ്പാടിയിൽ താമസിച്ച് ഇരുള നൃത്തം കണ്ട് മനസ്സിലാക്കി അവിടെ നിന്നുള്ള 2 കലാകാരന്മാരെ വാളൂരിലെത്തിച്ച് കുട്ടികൾക്ക് പരിശീലനം നൽകുകയായിരുന്നു. മാള ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ ഇരുള നൃത്ത വിഭാഗത്തിൽ പങ്കെടുത്തവരിൽ ഇവർ മാത്രമാണ് വേദിയിൽ സ്വന്തമായി വാദ്യോപകരണങ്ങൾ ഉപയോഗിച്ച് പാട്ടും അവതരിപ്പിച്ചത്. വാദ്യോപകരണങ്ങൾ അട്ടപ്പാടിയോടടുത്തുള്ള തമിഴ്നാട്ടിലെ ഒരു ഗ്രാമത്തിൽ നിർമ്മിച്ച് വാങ്ങിയതാണ്. ദവിൽ, പേരെ, ജാലറ, കൊകൽ എന്നീ വാദ്യങ്ങൾ ഇവിടുത്തെ ഒരു വിഭാഗം ആദിവാസി ഊരുകളിൽ മാത്രമാണ് നിർമ്മിക്കുന്നത്. അടുപ്പിൽ തീ കൂട്ടി ഇടയ്ക്കിടെ ചൂടാക്കിയാലേ ഈ വാദ്യം കൊട്ടുമ്പോൾ ശബ്ദമുണ്ടാകൂ. അട്ടപ്പാടിയിലെ നമുക്ക് നാമേ എന്ന ഇരുള കലാസംഘത്തിലെ കലാകാരന്മാരായ മുരുകൻ, മുരുകേശൻ എന്നിവരാണ് വാളൂരിലെത്തി കുട്ടികളെ പരിശീലിപ്പിച്ചത്. ഇരുള ഭാഷ പഠിച്ചാണ് കുട്ടികൾ പാടിയത്. നൃത്തം അവതരിപ്പിച്ചവരുടെ വേഷം ആദിവാസി ഗോത്രങ്ങളുടെ തനത് രീതിയിലായിരുന്നു. തീർച്ചയായിട്ടും ആ കലയെ ഉപാസിക്കുന്നവർക്ക് ഇത് വലിയൊരു ജീവനോപാധി കൂടിയായിട്ട് മാറുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഗോത്രകലകളെ നേരിൽ കണ്ട് മനസ്സിലാക്കാനും അവരുടെ ജീവിതത്തെ അടുത്തറിയാനും കുട്ടികൾക്ക്, പുതിയ തലമുറയ്ക്ക് കിട്ടുന്ന ഒരു അവസരം കൂടിയാണ്. അട്ടപ്പാടിയിലെ ഈ ഗോത്ര സമൂഹത്തിൽ നേരിട്ട് ചെല്ലുകയും അവരുടെ ആചാരങ്ങളും ആ കലാരൂപവും അവരുടെ ഒരു പശ്ചാത്തലത്തിൽ കണ്ടു മനസ്സിലാക്കുകയാണ് ചെയ്തത്. എന്താണ് ഈ ആദിവാസി ഗോത്ര വിഭാഗങ്ങൾ? അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു കലയല്ല, അവരുടെ ജീവിതം തന്നെയാണ് എന്ന് കുട്ടികൾ തിരിച്ചറിയണം എന്ന രീതിയിലാണ് നമ്മൾ ആ ഒരു പരിശീലനം നടപ്പാക്കിയത്. ആഘോഷത്തിലും മരണത്തിലും ദേവത പൂജയിലും ഊരിലെ കുട്ടികളും വയോധികരും ഉൾപ്പെടെയുള്ളവർ രാത്രി മുഴുവൻ നൃത്തവും പാട്ടുമായി ഒത്തുകൂടും. സംസ്ഥാനത്ത് അട്ടപ്പാടിയിൽ മാത്രം കഴിയുന്ന ഇരുള വിഭാഗത്തിന്റെ തനത് കലാരൂപമാണ് ഇരുള നൃത്തം. അതുകൊണ്ട് തന്നെ സ്കൂൾ കലോത്സവത്തിൽ ഉൾപ്പെടുത്തിയ ഇരുള നൃത്തത്തെ അതിൻ്റെ തനതായ ശൈലിയിൽ പരിശീലിപ്പിക്കണമെങ്കിൽ അട്ടപ്പാടിയിൽ നിന്നുള്ള കലാകാരന്മാരെ ആശ്രയിക്കണം. ഇരുള വിഭാഗത്തിനിടയിൽ ആചാരത്തിൻ്റെ ഭാഗമായി നടക്കുന്ന ഇരുള നൃത്തം മറ്റുള്ളവരിലേക്ക് കലാരൂപമായി പകർന്നു നൽകാൻ ഗോത്രകലകളെ സ്കൂൾ കലോത്സവത്തിൽ ഉൾപ്പെടുത്തിയതിലൂടെ കഴിയുമെന്നാണ് പ്രതീക്ഷ. TCV മാള. നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയായ യുവാവിനെ കാപ്പ ചുമത്തി തടങ്കലിലാക്കി. വടനപ്പള്ളി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ റൌഡി തളിക്കുളം സ്വദേശി വലിയകത്ത് വീട്ടിൽ ഫാസിലിനെയാണ് കാപ്പ ചുമത്തി തടങ്കലിലാക്കിയത്. 3 വധശ്രമ കേസുകൾ ഉൾപ്പെടെ 6ഓളം കേസുകളിൽ പ്രതിയാണ് ഇയാൾ. KSRTC ബസ്സിൽ വെച്ച് സഹയാത്രികനെ ബ്ലേഡ് കൊണ്ട് വരഞ്ഞ് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ ഉൾപ്പെട്ടതിനെ തുടർന്ന് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി നവനീത് ശർമ്മ നൽകിയ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യനാണ് 6 മാസത്തേക്ക് തടങ്കൽ ഉത്തരവ് പുറപ്പെടുവിച്ചത്. വടനപ്പള്ളി പോലീസ് ഇൻസ്പെക്ടർ VS ബിനു, ASI സ്നേഹമോൾ, സീനിയർ പോലീസ് ഓഫീസർ ജ്യോതിഷ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതിയെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചത്. തൃശൂർ ശക്തൻ മാർക്കറ്റ് മീറ്റ് ജീസസ് പ്രയർ ടീമിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ദൈവശബ്ദം 2024 കൃപാഗ്നി ബൈബിൾ കൺവെൻഷന് തൃശൂരിൽ തുടക്കമായി.
തൃശൂർ ഇക്കണ്ടവാരി റോഡിൽ മലയാള മനോരമ ഓഫീസിന് സമീപം പ്രത്യേകം സജ്ജമാക്കിയ വേദിയിൽ അതിരൂപത മെത്രാപ്പോലീത്ത മാർ ആൻഡ്രൂസ് താഴത്ത് കൃപാഗ്നി ബൈബിൾ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് മാർ ആൻഡ്രൂസ് താഴത്തിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ദിവ്യബലി നടന്നു. തൃശൂർ അതിരൂപത കരിസ്മാറ്റിക് ഡയറക്ടർ ഫാദർ റോയ് വേളക്കൊമ്പിൽ ബൈബിൾ പ്രതിഷ്ഠ നടത്തി. ഫാദർ ബിൻഡോ കളത്തിൽ, TST കോർഡിനേറ്റർ ഷാജു പൊന്നൂക്കര, ജോഷി കണ്ണമ്പുഴ, ബ്രദർ സാബു ആറുതൊട്ടിയിൽ, ലീഡർ MA ബാബു, സെക്രട്ടറി VD മാനുവൽ, കമ്മിറ്റി അംഗങ്ങൾ, ഭക്തജനങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഫാദർ എബ്രഹാം കടിയക്കുഴി, ബ്രദർ സാബു ആറുതൊട്ടിയിൽ ആൻഡ് ടീം, കിങ് ജീസസ് മിനിസ്ട്രീസ് എന്നിവരാണ് കൃപാഗ്നി ബൈബിൾ കൺവെൻഷന് നേതൃത്വം നൽകുന്നത്. ഈ മാസം 17 വരെയുള്ള 5 ദിവസങ്ങളിൽ രാവിലെ 9 മുതൽ വൈകിട്ട് 4 വരെയും വൈകിട്ട് 5 മുതൽ രാത്രി 9 വരെയുമാണ് ബൈബിൾ കൺവെൻഷൻ നടക്കുക. സമാപന ദിവസമായ ഞായറാഴ്ച കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ചെയർമാൻ ഫാദർ ഡേവിസ് ചിറമൽ സമാപന സന്ദേശം നൽകും. കരുവന്നൂരിലെ സ്വകാര്യ ബസ്സുകളുടെ അമിത വേഗതയിലുള്ള ഓവർടേക്കിംഗ് ഡിവൈഡറുകൾ സ്ഥാപിച്ചിട്ടും തുടരുന്നതിൽ ജനകീയ പ്രതിരോധ സമിതി പ്രതിഷേധിച്ചു. ആഴ്ചകൾക്ക് മുൻപാണ് അമിത വേഗതയിൽ ഓട്ടോറിക്ഷകളെ മറികടന്നെത്തിയ സ്വകാര്യ ബസ്സും കാറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ കാർ യാത്രികൻ മരിച്ചത്. ഇതോടെ സ്വകാര്യ ബസ്സുകളുടെ അമിത വേഗതയ്ക്കെതിരെ ജനകീയ പ്രതിരോധ സമിതി രൂപീകരിച്ച് നാട്ടുകാർ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കുകയും ചെയ്തിരുന്നു. പ്രതിഷേധത്തെ തുടർന്ന് ചെറിയ പാലത്തിൽ പോലീസ് ഡിവൈഡറുകൾ സ്ഥാപിച്ച് ഓവർടേക്കിംഗ് ഒഴിവാക്കിയിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം രാത്രിയിൽ സ്വകാര്യ ബസ് ഡിവൈഡറിന് മറുവശത്തുകൂടെ ഓവർടേക്കിംഗ് നടത്തിയ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെയാണ് പ്രതിഷേധ സമരവുമായി നാട്ടുകാർ വീണ്ടും രംഗത്തെത്തിയത്. ബസ്സുകൾ തടഞ്ഞ് നിർത്തി പ്രതിഷേധക്കാർ താക്കീത് നൽകിയാണ് വിട്ടയച്ചത്. നിയമം തെറ്റിച്ച ബസ്സിനെതിരെ കർശന നടപടി സ്വീകരിക്കാം എന്ന് സ്ഥലത്തെത്തിയ ചേർപ്പ് പോലീസ് അറിയിച്ചതിനെ തുടർന്നാണ് നാട്ടുകാർ പ്രതിഷേധ പരിപാടികൾ അവസാനിപ്പിച്ചത്. തൃശൂർ പെരിങ്ങാവിൽ റോഡിന് നടുവിൽ മുള്ളൻ പന്നി. രാത്രി ബൈക്കിൽ യാത്ര ചെയ്തിരുന്നവരുടെ മുന്നിലാണ് മുള്ളൻ പന്നി അകപ്പെട്ടത്. അവർ മുള്ളൻപന്നിയുടെ ദൃശ്യങ്ങൾ പകർത്തുകയായിരുന്നു. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെയും സമഗ്ര ശിക്ഷ കേരളയുടെയും സംയുക്താഭിമുഖ്യത്തിൽ തൃശൂരിൽ പ്രതിഭാ സംഗമം സംഘടിപ്പിച്ചു. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ പങ്കെടുത്ത ജില്ലാ ഇൻക്ലൂസീവ് സ്പോർട്സ് ടീമിനെയും സെറിബ്രൽ പാൾസി കുട്ടികളുടെ അന്താരാഷ്ട്ര കായികമേളയിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്ന ജില്ലയിൽ നിന്നുള്ള മുഹമ്മദ് അൽതാഫിനെയും ഇതേ വിഭാഗത്തിൽ ദേശീയതലത്തിൽ മെഡലുകൾ കരസ്ഥമാക്കിയ ജില്ലയിലെ കായിക പ്രതിഭകളെയും ചടങ്ങിൽ അനുമോദിച്ചു. ടൗൺഹാളിൽ നടന്ന സംഗമം മേയർ MK വർഗീസ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ വിദ്യാഭ്യാസ ഡയറക്ടർ അജിതകുമാരി, സമഗ്ര ശിക്ഷ കേരള ജില്ലാ പ്രോഗ്രാം ഓഫീസർമാരായ KV ബ്രിജി, E ശശിധരൻ, BG ജോളി, പ്രോജക്ട് കോർഡിനേറ്റർ ഡോക്ടർ NJ ബിനോയ്, ഡയറ്റ് പ്രിൻസിപ്പൽ D ശ്രീജ തുടങ്ങിയവർ പങ്കെടുത്തു. അങ്ങനെയുള്ള ഈ അവസരങ്ങൾ നമ്മൾ ചെയ്യുന്ന കൂടെ ഉണ്ട് എന്ന് തോന്നിക്കുന്ന വിധത്തിലാണ്. എന്തായാലും ഈ സംരംഭത്തിന് ബന്ധപ്പെടുന്നതിനും അതിന്റെ ഒരു സംസ്ഥാന തലത്തിൽ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ചുമതല വഹിച്ച അദ്ദേഹത്തെ മറുപടി പ്രസംഗത്തിനായി ക്ഷണിക്കും. URC തൃശൂർ വയലോപ്പള്ളി തായ്ലൻഡിൽ വെച്ച് നടക്കുന്ന ആശംസകളും അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. ഇനി വാണിജ്യം. ചേലക്കരയിലെ ഉപതെരഞ്ഞെടുപ്പിനിടെ രുചി വൈവിധ്യം കൊണ്ട് വൈറലായി മാറുകയാണ് വേദമിത്ര പ്യുവർ വെജിറ്റേറിയൻ ഹോട്ടൽ. ഒരു മാസക്കാലം നീണ്ട ചേലക്കരയിലെ ഉപതെരഞ്ഞെടുപ്പിന്റെ ആവേശക്കാലത്തിനിടയിൽ നാവിൽ രുചിയൂറും വിഭവങ്ങളുടെ വൈവിധ്യങ്ങൾ കൊണ്ട് ഏവരും ഉറ്റുനോക്കുകയും ഏറ്റെടുക്കുകയും ചെയ്ത ചേലക്കരയിലെ ഒരു ഹോട്ടലാണ് വേദമിത്ര പ്യുവർ വെജിറ്റേറിയൻ ഹോട്ടൽ. ചേലക്കരയുടെ ഹൃദയഭാഗത്തായി നിലകൊള്ളുന്ന ഈ ഹോട്ടൽ ചേലക്കരക്കാരുടെ മാത്രമല്ല, ചേലക്കരയിൽ വിരുന്നെത്തിയവരുടെയും തിരഞ്ഞെടുപ്പിന്റെ ഭാഗമാവാൻ എത്തിയവരുടെയുമെല്ലാം പ്രിയപ്പെട്ട ഹോട്ടലായി മാറി. സ്ഥാനാർത്ഥികളും രാഷ്ട്രീയ പാർട്ടികളുടെ ദേശീയ സംസ്ഥാന നേതാക്കളും MP-മാർ MLA-മാർ അടക്കമുള്ള ജനപ്രതിനിധികളും പോലീസുകാരും മാധ്യമപ്രവർത്തകരുമെല്ലാം ഈ ഹോട്ടലിലെത്തുകയും ഭക്ഷണപ്പെരുമയുടെ ഭാഗമാകുകയും ചെയ്തു. ചേലക്കര PWD റെസ്റ്റ് ഹൗസിന് മുൻവശത്തായാണ് തനത് രുചിയും പാരമ്പര്യവും നിലനിർത്തി വേദമിത്ര ഹോട്ടൽ പ്രവർത്തിക്കുന്നത്. ശുദ്ധമായ വെജിറ്റേറിയൻ വിഭവങ്ങളും നോർത്ത് ഇന്ത്യൻ ചൈനീസ് വിഭവങ്ങളും വേദമിത്രയിൽ ലഭ്യമാണ്. ഊണും സ്പെഷ്യൽ ഊണും പായസങ്ങളടക്കമുള്ള മിനി സദ്യയും
വെജിറ്റബിൾ ബിരിയാണിയും എന്നുവേണ്ട. നാവിൽ രുചിയൂറും മസാല ദോശയും നെയ്റോസ്റ്റും പുട്ടും അപ്പവും മൈസൂർ മസാലയും ഊത്തപ്പവുമെല്ലാം ലഭിക്കും. ചെറുകടികളും വൈവിധ്യമാർന്ന ചായകളുമെല്ലാമായി ചേലക്കരയിലെ ചായക്കര എന്ന പേരിൽ സ്നാക്സ് കഫേയും വേദമിത്ര ഹോട്ടലിന്റെ പ്രത്യേകതയാണ്. സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 7015 രൂപ, പവന് 56,120 രൂപ. വെള്ളി ഗ്രാമിന് 98 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3311 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകൾ. ചേലക്കര ഉപതെരഞ്ഞെടുപ്പിൽ മികച്ച പോളിംഗ്, ആത്മവിശ്വാസത്തിൽ മുന്നണികൾ. വോട്ടെണ്ണൽ 23-ന്. ചേലക്കര മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികൾ വിജയപ്രതീക്ഷയിൽ. ജനമാറ്റം ആഗ്രഹിക്കുന്നതായി NDA സ്ഥാനാർത്ഥി K. ബാലകൃഷ്ണൻ. മികച്ച ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് LDF സ്ഥാനാർത്ഥി UR പ്രദീപ്. ചേലക്കര കോൺഗ്രസിനൊപ്പം ഉണ്ടാകണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നതായി UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ്. മാറ്റൂർ വനപ്പടിയിൽ LDF UDF പോസ്റ്ററുകളും തോരണങ്ങളും നീക്കിയതിൽ പ്രതിഷേധം. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പക്ഷപാതപരമായി ഇടപെടുന്നുവെന്ന് ആക്ഷേപം. PV അൻവർ MLA-ക്കെതിരെ കേസെടുക്കാൻ കോടതിയുടെ അനുമതി തേടി പോലീസ്. പെരുമാറ്റച്ചട്ടം ലംഘിച്ചുവെന്ന പരാതിയിലാണ് നടപടി. പാർട്ടിയെയും സർക്കാരിനെയും വിമർശിച്ച് EP ജയരാജൻ. EP ജയരാജന്റെ ആത്മകഥയിലാണ് സർക്കാരിനും പാർട്ടിക്കുമെതിരെ രൂക്ഷ വിമർശനം. DC ബുക്സിന് വക്കീൽ നോട്ടീസ് അയച്ച് EP ജയരാജൻ. കൊടകര കുഴൽപ്പണ കേസ് അന്വേഷണത്തിന് പുതിയ സംഘത്തെ നിയോഗിച്ചു. എറണാകുളം DCP K. സുദർശന്റെ നേതൃത്വത്തിലുള്ള 8-അംഗ സംഘമാണ് കേസ് അന്വേഷിക്കുക. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.